ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറേയധികം വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെയുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ സുബഹി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമുക്കൊരു യാത്ര പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എഗ്ഗൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ചായ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ അത് പതിവ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ റഫീക്ക് അത് അവിടെ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചെറിയൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു കാളന് നമ്മളെന്തെങ്കിലും കഴിക്കൂലേ, അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. വാവക്കുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. വാവ വന്നു കേട്ടോ, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ വാവക്കുള്ള ഫുഡ് ഇന്നലത്തെ ചപ്പാത്തിയും ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പണികളും ഒന്നുമില്ല. ഞാനങ്ങനെ എന്തെങ്കിലും യാത്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കണക്കാക്കിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളോ ലഞ്ചിന് ചോറ് കുറച്ചധികം വെച്ചിട്ട് കറിയും അതുപോലെ തന്നെ ഇന്നലത്തെ സാമ്പാർ അങ്ങനത്തതൊക്കെ കുറച്ചധികം ചിക്കൻ കറി ഉണ്ട്, കുറച്ച് സാമ്പാറും ഉപ്പേരിയൊക്കെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടാവും ലഞ്ചിനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. അപ്പോൾ പിന്നെ കുക്കിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇല്ലെങ്കിൽ ഒരു വൺ പോട്ട് റെസിപ്പിക്കായിട്ട് എന്തെങ്കിലും റൈസ് കാര്യങ്ങളൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ചായയിലേക്ക് പൊടി ഇടാൻ നേരത്ത് നോക്കിയപ്പം ചായപ്പൊടി തീർന്നിട്ടുണ്ട് കേട്ടോ ബോട്ടിലിൽ. ഇത് നമ്മൾ ഈ ഒരു ചായപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുക, റിപ്പൺ ടീ. നമ്മളിവിടെ വയനാട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അടിപൊളി ചായ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചായ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ വയനാടുള്ളവർക്ക് അത് തിരിയൂല, നമുക്കാണെങ്കിലും കൂടിയിട്ട്. പക്ഷേ പുറത്തുനിന്ന് ഇപ്പം നാട്ടിലുള്ളവർ, കണ്ണൂരുള്ളവർ, കോഴിക്കോടുള്ളവർ, താമരശ്ശേരിയുള്ളവർ അവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്തില്ല നമ്മൾ ചായ എടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെ ചായ എന്ന്. അത് നമ്മളെ ചായേൻ്റെ കൈപ്പുണ്യം കാര്യങ്ങളൊന്നുമല്ല, നമ്മളെ ചായപ്പൊടീൻ്റെ തന്നെയാണ് കേട്ടോ. വയനാട്ടിലെ ചായപ്പൊടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചായപ്പൊടി അടിപൊളി തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യലെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ബോട്ടിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മളെ ചായ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ബന്ന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് സാൻഡ്വിച്ച് ബന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാണ്ട് എന്തോ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഒന്ന് തിരിച്ചു മറിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. ആ ചൂടാക്കുന്ന സമയത്ത് അതൊന്നും കൂടെ സോഫ്റ്റ് ആകുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ നമ്മൾ ചായ അവിടെ റെഡി ആകുന്നുണ്ട്. ഇന്നില്ലേ കുറേ പരിപാടികളുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് വഴിയെ കാണാമല്ലോ. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് പ്ലേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ബന്നും അതുപോലെ തന്നെ ഞാൻ എഗ്ഗ് പുഴുങ്ങിയിട്ട് ആ ഒരു ബന്നാക്കിയ ആ ഒരു പാനിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. റോസ്റ്റാക്കൊന്നും ചെയ്തിട്ടില്ല, ആ ബട്ടറിൽ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് വെച്ച് കൊടുത്തു, അത്ര തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എഗ്ഗിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേഗം ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ, വഴിയെ ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങൾ. ചായ എടുക്കട്ടെ? ആയോ? അതെന്താ അറിയോ, നമ്മൾ യാത്രയിൽ ഇപ്പം എനിക്ക് കേട്ടോ റഫീക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് വയറ് വിശന്നാൽ പ്രശ്നമാണ്, തലവേദന, ഛർദ്ദിക്കാൻ വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാകും. ഇല്ല എന്തെങ്കിലും കഴിച്ച് നമ്മൾ ആ വിശപ്പിനെ മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ വിശപ്പിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കില്ല. നമ്മൾ വരുമ്പോൾ ഒരു എഗ് പീസും അതുപോലെ തന്നെ ഒരു ബന്നിൻ്റെ ഒരു പീസും ഒക്കെ ആട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ
നെയ്പ്പത്തിരി വാങ്ങും കേട്ടോ, വൈത്തിരിന്നോ അല്ലെങ്കിൽ കൽപ്പറ്റന്നോ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് രണ്ടെണ്ണം വാങ്ങും. അപ്പോൾ അങ്ങനെ പൊരിച്ച പത്തിരി, നെയ്പ്പത്തിരി അല്ല. അപ്പോൾ അതൊന്നും നമ്മൾ രണ്ടാളും കഴിക്കും. ചായ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ റഫീഖക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താമരശ്ശേരി ഒരു വീട്ടിൽ കയറാനുണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട്സ് അവരുടെ വീട്ടിലാണ്. അപ്പോൾ അപ്പോൾ അവിടെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഒക്കെ വാങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നതൊന്നല്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ ഒരു സന്തോഷത്തിന് കുട്ടികൾക്ക് വല്ലപ്പോഴും ഒക്കെ കഴിക്കാമല്ലോ, അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയതാണ്. ഇത് പരപ്പനങ്ങാടിയാട്ടോ വരുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മൈജീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ബേക്കറി ആട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, അടിപൊളി ടേസ്റ്റ്. അവിടുത്തെ സാൻഡ്വിച്ചും ബർഗറൊക്കെ അടിപൊളിയാട്ടോ. അവിടെ ഉള്ളവർക്ക് അറിയുന്നത് തന്നെയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ കേട്ടോ, നമ്മൾ ബ്ലോക്കാണ്. ഇനി ഇത് പോയി കഴിഞ്ഞിട്ടല്ലേ ഓപ്പൺ ആവും. ഇതിങ്ങനെ നമുക്ക് ഫസ്റ്റ് കിട്ടാറേ ഇല്ല കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമല്ലേ ഇങ്ങനെ ട്രെയിന് പോകുന്നതും അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ആയതിന് ശേഷം വണ്ടികൾ പോകുന്നതും മൊത്തത്തിലൊരു തിരക്കായിരിക്കും. അപ്പം അങ്ങനെ ഇതില്ലേ നമ്മൾ എന്താ പറയുക, പന്തീരങ്കാവ് ബൈപ്പാസിൽ കേട്ടോ, എലോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ്. ഞാനിത് കുറേ ദിവസമായി കാണുന്നു. അപ്പോൾ ജസ്റ്റ് കയറി നോക്കണം എന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. സ്റ്റോറീസിൽ കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാട്ടോ സ്റ്റോറീസ് വരുന്നത് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ എന്നുള്ള രീതിയിൽ കയറിയതാണ്. പക്ഷേ അടിപൊളി കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ട് വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണേ. പിന്നെ ഞാൻ റഫീഖാനോട് പറഞ്ഞ് കയറിയത് ഒന്നും വാങ്ങണ്ട, വെറുതെ നമുക്കൊന്ന് നോക്കി കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ എവിടെയും കാണാത്ത ആ ഒരു രീതിയിലുള്ള എന്താ പറയുക ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കളറുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല രസമല്ലേ. ഇതൊക്കെ ശരിക്കും പോട്ടിലൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഒരുപാടൊന്നും ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കരുത്. ജസ്റ്റൊക്കെ നമുക്ക് ഈ സൂര്യപ്രകാശമൊന്നും കിട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. നല്ല പോട്ടിലൊക്കെ ആയിട്ട് വെച്ചാൽ ടേബിളിൻ്റെ മുകളിൽ, അതായത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ വന്ന് നോക്കിക്കോട്ടോ. എന്തായാലും ഞാൻ ഇവർക്ക് ഒന്നുമില്ല, എലോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അതിൽ ഓൺലൈനായിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറൊക്കെ കണ്ട് അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നതാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ എനിക്ക് പിടുത്തം വിട്ടുപോയിട്ടുണ്ട് അതിനെ. ഇത് പ്ലാസ്റ്റിക് ആട്ടോ ഇതിന്റെ വൈറ്റ് ഉണ്ടോ അല്ലേ? 145 രൂപ കേട്ടോ. ഇത് നല്ലതാ. പക്ഷെ ഇതിന്റെ വൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോ. വൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാ. പൊട്ടുമെന്നുള്ള പേടിയില്ലല്ലോ. നല്ല പോട്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഉള്ളതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഉണ്ട് കുറേ എണ്ണമൊക്കെ. ഈ ബോൺസായി ഇതൊക്കെ അങ്ങനത്തെ നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു അതൊരു പ്ലാസ്റ്റിക് ഫീലില്ല. പക്ഷേ പൊട്ടിപ്പോവും, അങ്ങനെ വെച്ചാലൊക്കെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ലുക്കില്ലല്ലോ അല്ലേ? നല്ല ഒറിജിനാലിറ്റി ഇല്ലേ? എന്താ റേറ്റ് അതൊക്കെ? 590, 600. പക്ഷെ 600 ഇത് നല്ലതാട്ടോ അല്ലേ? പ്ലാസ്റ്റിക് ആണ് പോട്ടില് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ഫീലും ഒക്കെ സെറാമിക് ഫീലും ഉണ്ട്. ഇതിന് കറക്റ്റ് ഒറിജിനാലിറ്റി ഉണ്ട് അല്ലേ? അങ്ങനെ ഒന്നുമില്ലേ? ഉണ്ട്. ഇതൊന്ന് നോക്കി നോക്കണേ. അടിപൊളി. ഇതില്ലേ, ഇതിന്റെ നമ്മുടെ അടുത്ത് സെറാമിക് ഇല്ലേ, സെയിം അല്ല. നമ്മുടെ അടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കുന്നത്
അതെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇവർ ഓൺലൈൻ പർച്ചേസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. ചോദിച്ചോ 1420 നല്ല രസമല്ലേ കാണാൻ. പക്ഷെ നമുക്കിപ്പോൾ മറ്റേ ഉള്ളതുകൊണ്ട് ആവശ്യമില്ല അല്ലേ. പക്ഷെ അതിൻ്റെ ചെറുതുണ്ട് കേട്ടോ, ബ്ലാക്കും ഉണ്ട് ചെറുതുണ്ട്. മെറ്റലല്ലേ ഇത്? മെറ്റല, സെറാമിക്കല്ല, നമ്മുടെ അടുത്തുള്ള സെറാമിക്ക. പക്ഷെ അത് കിട്ടാനില്ല. രസമുണ്ട്. തൽക്കാലം എനിക്ക് വേണ്ട. ഇത് നട്ട്സൊക്കെ, നട്ട്സെല്ലാം ഇട്ട് വെക്കുന്ന ഷോ പീസാണ്. 600 രൂപ. പാർട്ടീഷനൊക്കെ രസമുണ്ടാവും അല്ലേ. നല്ല ഫീൽ, നല്ല ലുക്കിലാണ്. നല്ല ഭംഗിയുണ്ട്. ആ റേറ്റിനും നല്ലത് തന്നെയാണ്. ഇത് നോക്ക്. ഭംഗിയുണ്ട്. ഒരു മിനിറ്റ്, അത് ലൈറ്റ് വരും അതിന്. ലൈറ്റ് LED ഉള്ളൂ. ഒന്ന് LED വരും. അപ്പോൾ ശരിക്കും ഒരു ഫ്ലവർ ഉള്ളൊരിത് കിട്ടും. അത് ശരിക്കും വീഡിയോൻ്റെ ആവശ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നല്ല റിസൾട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഡെക്കറേറ്റ് ചെയ്തതും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനെ വാങ്ങിയാലും വാങ്ങുന്നില്ലെങ്കിലും ഇനി കാണാൻ അവരൊരുക്കി വെച്ചത് കാണാനും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റഫീഖക്കും അതേ നല്ല ഇഷ്ടമാണ്. നമ്മൾ കയറ്റി കൊടുത്താൽ മതി, പിന്നെ വാങ്ങലും കാര്യങ്ങളൊക്കെ റഫീഖ് ആയിക്കോളും. ഈ ഒരു സെറാമിക് പോട്ടാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, അറിയാലോ. നല്ല വലിയ സൈസാണ് കേട്ടോ. അപ്പം ഇതിന് ഞാൻ ഫ്ലവർ തൽക്കാലം ഇതിലേക്ക് കറക്റ്റാകുന്ന ഫ്ലവറൊന്നുമല്ല കേട്ടോ. ഇഷ്ടം പോലെയുണ്ട്. വൈറ്റിലൊക്കെ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണേ. നല്ല രസമല്ലേ. അതിൽ വൈറ്റ് അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ നല്ല ഒറിജിനൽ ഫ്ലവർ പോലെ അതിനെ വെല്ലുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും വാങ്ങൂല, കയറിയാൽ മതി, കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും 1-2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതാ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക്, എനിക്ക് സ്ഥലം ഓർമ്മയില്ല കേട്ടോ, കുറച്ച് ഉൾഭാഗത്താണ്. പക്ഷെ ചെറിയൊരു ഹോട്ടലായിരുന്നേ, ഒരു നാടൻ
ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻ കറി, പച്ചക്കറി, പിന്നെ മീൻ ഫ്രൈ, തോരൻ, അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോര് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പപ്പടമൊക്കെ ആയിട്ടുള്ള നല്ലൊരു സാധാ ഒരു ഫുഡ്. ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് താമരശ്ശേരി ഒരു വീട്ടിൽ കയറാനുണ്ട് എന്ന്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ നമ്മൾ ചെന്ന് കുറച്ച് സമയമായി ഇപ്പോൾ. പക്ഷേ അവിടുത്തെ മോള് അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ പണ്ടെപ്പോഴും ഇവിടെ വരുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ വന്നിട്ട് ജംഷി അല്ലൂര് വന്ന് തോന്നുന്നു നോക്ക്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമ്മളെപ്പോഴും ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുമായിരുന്നു. ഇവർ വയനാട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ വരുമായിരുന്നു. അങ്ങനെ കേട്ടോ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഒരു 5-6 വർഷത്തോളമായിട്ട് നമ്മൾ വരും, കാണും, അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഡീപ്പായിട്ടൊരു വരലും പോലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒന്നാമത് റഫീഖാക്ക് തിരക്കും കാര്യങ്ങളും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ, പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ തിരക്കുകൾ വേറെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ആയിട്ട് കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങളില്ലേ ഒരു ഫാൻസി അവിടെയുള്ള താമരശ്ശേരി ആട്ടോ, ഇതുള്ള താമരശ്ശേരി കന്യക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഡ്രസ്സ്, ഫാൻസി, ചെരുപ്പ് ഇതൊക്കെയാണ് കേട്ടോ സംസാരം. അപ്പോൾ ലുലുവിൻ്റെ ഇതിന് വാങ്ങിയിട്ടുള്ള ഫാൻസിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കും നമുക്ക് ആ കടയിൽ പോവാം, എനിക്കും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വയനാട്ടിലുള്ളവർക്ക് ഇവിടെ ഒക്കെ വരുമ്പോൾ, കോഴിക്കോട് ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നല്ല ആണ്. പക്ഷേ ഇവർക്ക് അവിടെ വരുമ്പോൾ കുറച്ച് റേറ്റ് നല്ലോണം റേറ്റ് കുറവുള്ളതായിട്ടും തോന്നും. പകുതിയോളം റേറ്റ് കുറവുണ്ട് കേട്ടോ. അത്രയും എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ കളക്ഷൻസ് അടിപൊളിയാണ് കേട്ടോ. നമുക്കൊന്നും കിട്ടാത്ത സാധനങ്ങൾ ഫാൻസി ആയാലും ഡ്രസ്സായാലും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയേ, ലുലു ഇല്ലേ നന്നായിട്ട് ബ്രൈഡിനൊക്കെ ഒരുക്കൂട്ടോ. അപ്പോൾ അവളെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ. എവിടെ വേണമെങ്കിലും വരും കേട്ടോ. താമരശ്ശേരിയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് വരാൻ പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും വന്നിട്ട് ബ്രൈഡിന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരിക. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതുപോലെ തന്നെ മെഹന്തി ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ ചെയ്യും കേട്ടോ ആൾ. അപ്പോൾ എന്തായാലും ഞാൻ പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഹാങ്ങിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്റ്റഡ് ഐറ്റംസും എല്ലാം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ റേറ്റ് കാണുമ്പം നമുക്ക് ചില ഐറ്റംസ് എത്ര റേറ്റ് ആയാലും വാങ്ങാൻ തോന്നും. പക്ഷെ ചില ഐറ്റംസ് നമുക്ക് ഇത്ര റേറ്റ് കൊടുത്തിട്ട് ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ തോന്നൂലേ. അപ്പം അങ്ങനെ വേഗം തോന്നൽ വരും കേട്ടോ. അങ്ങനെ 1-2 എണ്ണമൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും വാങ്ങുന്നില്ല കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി കുറച്ച് സമയമായി കേട്ടോ. ഇനി നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഇല്ലേ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, മണിച്ചിത്രത്താഴിൽ ശോഭന സ്വർണം ഇങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതില്ലേ, അതാണല്ലേ ഉണ്ടാവുക. ശരിക്കും എനിക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ ഈ ഫാൻസി ഐറ്റംസിനോടൊക്കെ, ജ്വല്ലറി ഐറ്റംസിനോടൊക്കെ ഒരേ മൈൻഡ് ആയിരിക്കും ഏറെക്കുറെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു രീതിയിലുള്ള ഇത് ഞാൻ കഴിഞ്ഞ് ഈദിന് വാങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് നോമ്പിൻ്റെ ആ ഒരു സമയമൊക്കെ ആയിട്ടും വീഡിയോൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പർച്ചേസിങ്ങിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫാൻസി ആയിട്ടും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങിച്ച കമ്മലും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 1-2 വാങ്ങിച്ചു. ഇനി അത് ഞാൻ എപ്പോഴെങ്കിലും ഇടുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇവർ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ ഇവിടെ. അപ്പം അത് മന്തിയും അൽഫാമും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്.
ഇത് വേറൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നേ. അതായത് ഇതാരാന്ന് ചോദിച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അത് ഈ ഉമ്മയാണ് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർ. അപ്പോൾ ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഉമ്മാൻ്റെ മക്കളാണ് കേട്ടോ. ആദ്യം കാണിച്ച അവരുടെ മോനാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ കുറേ പേര് എനിക്ക് അറിയില്ല, അത് വേറെ കാര്യം. ഇവർ നമ്മൾ വയനാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ, നമ്മൾ വീട്ടിലൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് നമുക്ക് പരിചയമുണ്ട്. പിന്നെ റഫീഖാനായിട്ട് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. അങ്ങനെയായിട്ട് നമ്മളായിട്ട് ഭയങ്കര കണക്ഷൻ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തതില്ലേ കുറച്ച് നാൾ മുമ്പ് എടുത്തതാണ്, അതായത് നോമ്പിൻ്റെ മുമ്പ്. പിന്നെ നോമ്പിന് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. കാര്യം നോമ്പിൻ്റെ സമയത്ത് പിന്നെ എനിക്ക് വീട്ടിലെത്തി, കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി, പിന്നെ നോമ്പിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇല്ലേ അതിലേക്കായി. പിന്നെ റമദാൻ വീഡിയോസായി, അതിലൊന്നും ഇത് കാണിക്കാനും തോന്നിയില്ല. അങ്ങനെ പെൻഡിങ് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഞാനിത് ആഡ് ചെയ്യുകയാണേ. നല്ല ഫംഗ്ഷനായിരുന്നു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ, നല്ല വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ബ്ലൂ ചുരിദാറിട്ട് വരുന്നില്ലേ, അപ്പോൾ അവരെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ഇവരെ നാത്തൂനാണ് കേട്ടോ അത്. അവിടെ പെണ്ണും ചെക്കനും സ്റ്റേജിൽ അങ്ങനെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതവിടെ നടക്കുന്നുണ്ടേ. നമ്മൾ കുറച്ച് സമയം കൂടി ഇരുന്നു, അങ്ങനെ എല്ലാവരെയും കണ്ടു, വർത്താനം പറഞ്ഞു. ഇവരെയും അതുപോലെ തന്നെ വേറെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവരുടെ വീട് മലയമ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ ആ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതുവഴി പോകുമ്പോൾ അങ്ങനെ കയറുന്നതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും അങ്ങനെ സമയമില്ലാതെയാണ് കേട്ടോ വരിക. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ കയറി പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ അവിടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഏറെക്കുറെ ആരെയും അറിയില്ല കേട്ടോ. കുറച്ച് നമുക്കറിയുന്ന 1-2 പേരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഞാൻ വോയിസ് കൊടുക്കാത്തത്, നല്ല മ്യൂസിക് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് വോയിസ് കൊടുത്താൽ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണേ. ഇനിയിപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളങ്ങ് വീട്ടിലെത്തണ്ടേ, രാത്രിയാണ്. രാത്രി ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അപ്പം ഇനി ഈ മോനില്ലേ ഈ മോൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇവർ റഫീഖ് ഇവരൊക്കെ കൂടെ പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ രാത്രി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഇതിപ്പോൾ വേറൊരു ദിവസം, ഇത് നിങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ നമ്മളെ ചുരൽമല ഉരുൾപൊട്ടലുണ്ടായ അവർക്ക് പിന്നെ വീട് ആക്കി കൊടുത്തോ, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ വേറൊരു വീടിൻ്റെയും കൂടെ താക്കോൽ ദാനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കാണുന്നതാണ് കേട്ടോ വീട്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ. മുന്നേ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പിന്നെ വീട് റെഡിയായോ. അപ്പോൾ അത് എനിക്കിങ്ങനെ ഓർമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ റഫീഖ വന്നപ്പോൾ ഞാനും എന്തായാലും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇത് സ്ഥലം വരുന്നത് കോട്ടവയലാണ് കേട്ടോ. പുത്തൂർ വയലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്. MLAനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, സിദ്ദിഖ് സാറിനെ വെയിറ്റ് ചെയ്യാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരും ഉണ്ട് കേട്ടോ. ഞാൻ അകത്ത് കയറിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ നല്ല വീടാണ് കേട്ടോ. നല്ല രസമുണ്ട് വീട് കാണാനായിട്ട്. ഉൾഭാഗവും അതെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا. അങ്ങനെ ഇവരെ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി താക്കോൽദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവർ മലബാർ കായൽ വെൽഫെയർ അസോസിയേഷനും അതുപോലെ തന്നെ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടെ തമ്മിൽ കൂടി ചേർന്ന് നടത്തിയതാണ് കേട്ടോ. ഇത് അങ്ങനെയാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ,
ഷഫീഖിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കൾ, വളരെയധികം ആശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ സ്നേഹഭവനത്തിൻ്റെ ശരിക്കും ഏത് പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ഒരാൾക്കൊന്നും ഒറ്റക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, എവിടെയും എത്തില്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയുക റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അത് ആ ഒരു മനസ്സ് ആണ് വലുത്. ഇതിൽ പങ്കെടുത്ത ഏത് രീതിയിലാണെങ്കിലും പങ്കെടുത്ത എല്ലാവരോടും നമ്മൾ നന്ദി പറയണം. ശരിക്കും പറഞ്ഞാലല്ലേ, ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണല്ലോ. ആ ഒരു മനസ്സെന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ മുന്നോട്ട് ഇറങ്ങിയവർക്കും അതിൽ വർക്ക് ചെയ്തവർക്കും അതിൻ്റെ A to Z പ്രവർത്തകർക്ക് എൻ്റെ വകയും നിങ്ങളെല്ലാവരും വകയും ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ ഒരുപാട് സന്തോഷവും അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏറെക്കുറെ എല്ലാവരും ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ആ ദുരന്തം ഉണ്ടായ സമയത്ത് നമുക്കൊരു ഫണ്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റേതായിട്ട് രീതിയിൽ ഞാനത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങൾ അറിയണം, ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇതും ഞാൻ പറഞ്ഞോന്നറിയില്ല, നോമ്പിൻ്റെ മുമ്പ് നടന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് നോമ്പിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഇത് ഇടാൻ പറ്റാണ്ട് പോയതാണ്. പക്ഷേ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായില്ല, പിന്നീട് നിങ്ങളോട് പറയാലോ എന്ന് വിചാരിച്ചിട്ട് പെൻഡിങ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് കേട്ടോ ആ ഞാൻ പറഞ്ഞ 2 കൂട്ടരും ഇവരാണ്. ഇതിലിപ്പോൾ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പേര് ഒരു ലാസ്റ്റ് ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.